ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെയാണ് നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 112-ാമത്തെ ദിവസം ശ്രീമന്നാരായണീയം 11-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി പിന്നീട് ഭാഷാഗാനമായ ശ്രീഹരിയത്തെ പാടി നമുക്ക് സമർപ്പിക്കാം. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്ത്വിതി നേപതുസ്താൻ. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ന ഹരിസ്മൃതി അസ്തു ഇതി താൻ നേമതു. വൈകുണ്ഠലോകാനുചിത ലോകാനനുചിത പ്രചേഷ്ടവും, വൈകുണ്ഠലോകത്തിന് ഇണങ്ങാത്ത പ്രവർത്തികൾ ചെയ്യുന്ന, കഷ്ടവും യുവാം ദൈത്യഗതിം ഭജേതം, ദുഷ്ടസ്വഭാവമുള്ള നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി തീരട്ടെ. ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ എന്ന് ശപിക്കപ്പെട്ട ആ തൗ ജയവിജയന്മാര് അവർ രണ്ടുപേരും
ന ഹരിസ്മൃതി അസ്തു, ഞങ്ങൾക്ക് ഹരിസ്മൃതി ഉണ്ടാവണേ, ഭഗവത് സ്മരണ ഉണ്ടാകണേ എന്ന് പറഞ്ഞ് ഇതി താൻ നേമതു, ആ സനകാദി യോഗീശ്വരന്മാരെ നമസ്കരിച്ചു. തങ്ങളെ ശപിച്ച സനകാദി യോഗീശ്വരന്മാരോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഏത് ജന്മം എടുക്കാനും വിരോധമില്ല, പക്ഷേ ആ ജന്മങ്ങളിലൊക്കെ തന്നെ ഭഗവത് സ്മൃതി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേന്നാണ്. പരമസാത്വികമായിരിക്കുന്ന വൈകുണ്ഠലോകത്തിന് യോജിച്ചത് സത്വഗുണമാണ്. അവര് ആ വൈകുണ്ഠത്തിന് ചേരാത്ത പ്രവൃത്തിയാണ് ഭഗവാനെ കാണാൻ വരുന്ന ആളുകളെ തടയാന്ന് പറഞ്ഞാൽ, അല്ലേ? അത് ചെയ്തു ജയവിജയന്മാര്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കേട്ടു സർവം ഭവത് പ്രേരണൈവ ഭൂമൻ എന്ന്. അപ്പോൾ വൈകുണ്ഠവാസത്തിന് നിങ്ങൾ യോഗ്യരല്ല എന്ന് സനകാദികളെ കൊണ്ട് തോന്നിപ്പിച്ചതും ഭഗവാൻ തന്നെയാണ്. സനകാദികൾ അവരുടെ അഭിപ്രായം, ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടുള്ള ശാപം, ഈ ശാപം കിട്ടിയപ്പോൾ ജയവിജയന്മാർ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് ഏത് ജന്മം എടുക്കാനും വിരോധമില്ല, മനുഷ്യനായോ അസുരനായോ രാക്ഷസനായോ ഏത് ജന്മം വേണമെങ്കിലും ഞങ്ങൾ എടുക്കാം, പക്ഷേ നാഥ ഞങ്ങളെ ശപിച്ചതുപോലെ തന്നെ ഞങ്ങൾക്കൊരു അനുഗ്രഹം കൂടി തരണം. ഞങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശാപം ഞങ്ങൾ സ്വീകരിക്കണം, പക്ഷേ ഏത് ജന്മം എടുത്താലും ഞങ്ങൾക്ക് ഹരിസ്മൃതി അസ്തു, ഭഗവത് സ്മൃതി എപ്പോഴും ഉണ്ടാവണം. ദ്വേഷത്തിലാണെങ്കിൽ അങ്ങനെ മതി, ദ്വേഷബുദ്ധിയോടുകൂടി ഭഗവാനെ സ്മരിക്കാൻ അനുവാദം കിട്ടിയാലും മതി, അനുഗ്രഹം കിട്ടിയാലും മതി എന്ന് അവര് പറയുന്നു. നമുക്കൊരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടവും കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്ത്വിതി നേമതുസ്താൻ. നാരായണ 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 രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ. വൈകുണ്ഠത്തിനപമാനമായ നിങ്ങൾ രണ്ടുപേരും അസുരരായി ജനിക്കട്ടെ എന്നു ശപിച്ചു. വൈകിടാതെ മുനിഗണപാദങ്ങളിൽ വീണു അവർ ശ്രീഹരിസ്മരണയ്ക്കായി വരം ചോദിച്ചു. നാരായണ 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 വൈകുണ്ഠമൂർത്തേ വാതപുരേശ വായുപുരേശ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.